മുത്തശ്ശി തിരക്കിലാണോ? എന്തു പറ്റി? ബാക്കി എല്ലാവരും എവിടെ പോയി? നിങ്ങൾ തമ്മിൽ പിണങ്ങിയോ? അവൻ അച്ഛന്റെ കൂടെ പുറത്തു പോയി. ബേബിയോ? അവൻ ഉറങ്ങുകയാ. ആരും ഇല്ലാഞ്ഞിട്ട് എനിക്ക് ബോറടിക്കുന്നു. മുത്തശ്ശി എനിക്കൊരു കഥ പറഞ്ഞു തരുമോ? അതിനെന്താ, മോള് വാ, ഇവിടെ മുത്തശ്ശിയുടെ അടുത്തിരിക്കി. മുത്തശ്ശി 4 സുഹൃത്തുക്കളുടെ കഥ പറഞ്ഞു തരാം. പണ്ടൊരു കാട്ടിൽ പാട്ടിനെ സ്നേഹിച്ച ഒരു കുരങ്ങൻ താമസിച്ചിരുന്നു. കുരങ്ങന് പാടാൻ വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ നിർത്താമോ തന്റെ ഈ കൈതരാഗം? ഞങ്ങൾക്കിവിടെ താമസിക്കാൻ പറ്റാതെയായി. ഒന്ന് പോയി തരുമോ? ഇത് കേട്ട കുരങ്ങനെ സങ്കടമായി. എങ്ങനെയെങ്കിലും ഒരു വലിയ പാട്ടുകാരനാകണം. അതിന് ഇവിടെ നിന്നിട്ട് കാര്യമില്ല. സംഗീതബോധമില്ലാത്ത ഇവരുടെ ഇടയിൽ നിന്നാൽ ഞാൻ എങ്ങനെ നന്നാവാനാ? ഇനി ഈ കാട്ടിൽ നിന്നിട്ട് കാര്യമില്ല. ഇതും പറഞ്ഞു കുരങ്ങൻ ആ കാട്ടിൽ നിന്നും നാട് വിട്ടു. അങ്ങനെ കുരങ്ങൻ കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു കരച്ചിൽ കേട്ടു. എന്തു പറ്റി? എന്തിനാണ് കരയുന്നത്? നിങ്ങളെ ഇതിനു മുമ്പ് ഈ കാട്ടിലൊന്നും കണ്ടിട്ടില്ലല്ലോ. ഞാൻ കുറച്ച് ദൂരെ നിന്നാ. എന്നെ എന്റെ യജമാനൻ വീട്ടിൽ നിന്നും പുറത്താക്കി. എന്തിന്? എന്നെ ചെറുപ്പം മുതൽ എന്റെ യജമാനൻ വളരെയധികം സ്നേഹിച്ചിരുന്നു. അന്നൊക്കെ ഞാൻ അവരുടെ വീടിന് നന്നായി കാവൽ നിൽക്കുമായിരുന്നു. എന്നാൽ പ്രായമായതോടെ എനിക്ക് കള്ളന്മാരെ പിടിക്കാൻ കഴിയാതെയായി. അതിനാൽ യജമാനൻ പിന്നീട് എനിക്ക് ഭക്ഷണമൊന്നും തരാതെയായി. അങ്ങനെ ഞാൻ ആ നാട് വിട്ടു വന്നതാ. ആണോ? സെയിം ബീച്ച്. ഞാനും നാട് വിടാൻ ഇറങ്ങിയതാ. വാ, നമുക്ക് ഒരുമിച്ച് നാട് വിടാം. നിങ്ങളെയും യജമാനൻ പുറത്താക്കിയോ? ഏയ്, സംഗീതം അറിയും തോറും അകലം കൂടുന്ന മഹാസാഗരം അലഞ്ഞിട്ടുണ്ട്. അത് തേടി നിലാവിൽ ഈ കാട്ടിൽ നക്ഷത്രം വേണ്ടി കിടക്കുന്നവന് ഒരു വെളിപാടുണ്ടാകുന്നു. എന്താ? നാട് വിടാൻ. എന്തിനാ? ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണം. ഒടുവില് സംഗീതത്തെ കുറിച്ച് ഒരു ചുക്കും അറിയാത്തവരുള്ള ഈ കാട്ടിൽ ഒരു പിടി പച്ചമണ്ണ് വാരിയിട്ട് യാത്ര തുടർന്നു. ഇന്നും തീരാത്ത പ്രവാസം. കുരങ്ങോ കി ജിന്ദഗി ജോ കബി നഹി ഖതം ഹോ ജാതി ഹേ. ശംഭോ മഹാദേവ. ചേട്ടൻ പാടുമോ? എനിക്ക് പാട്ട് പാടുന്നവരെ ഭയങ്കര ഇഷ്ടമാ. താങ്ക്സ്. അങ്ങനെ അവർ 2 പേരും കൂടി യാത്ര തുടർന്നു. അവർ കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു കരച്ചിൽ കേട്ടു. എന്ത് പറ്റി? എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ഇതിനു മുന്നേ നിങ്ങൾ ഈ കാട്ടിൽ കണ്ടിട്ടില്ലല്ലോ. ഞാൻ കുറച്ച് ദൂരെ നിന്നാ. എന്നെ എന്റെ യജമാനൻ വീട്ടിൽ നിന്ന് പുറത്താക്കി. അപ്പൊ നിങ്ങൾ 2 പേരും ഒരേ വീട്ടിൽ നിന്നാണോ വരുന്നത്? അല്ല, എന്ത് പറ്റി? അല്ല, ഇങ്ങനെയും ഒരു യജമാനനാണ് വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. അതുകൊണ്ട് ചോദിച്ചതാ. ഇരുകാലികൾ പണ്ടേ അങ്ങനെ നന്ദിയില്ലാത്ത വർഗങ്ങൾ. ബൈ ദ ബൈ, എന്തായിരുന്നു വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണം? യജമാനൻ എന്നെ ചെറുപ്പത്തിലെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു. അന്നൊക്കെ ഞാൻ ദിവസവും എലിയെ പിടിച്ചു കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ യജമാനൻ എനിക്ക് കുടിക്കാൻ ധാരാളം പാലും തന്നിരുന്നു. എന്നാൽ പ്രായമായതോടെ എനിക്ക് എലികളെ പിടിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എന്നെ അയാൾ വീട്ടിൽ നിന്ന് പുറത്താക്കി. സ്വാഭാവികം. എന്തായാലും വഴി തെറ്റിയിട്ടില്ല. എന്തായാലും നല്ല ആൾക്കാരുടെ അടുത്താണ് വന്നുപെട്ടത്. ഞാൻ ഗാനഗന്ധർവൻ കുരങ്ങദാസ്. ഇത് നായ സാർ. ഞങ്ങൾ 2 പേരും നിങ്ങളെപ്പോലെ തന്നെ ചില പേഴ്സണൽ പ്രോബ്ലംസ് കാരണം നാട് വിടാൻ ഇറങ്ങിയതാണ്. പോരുന്നോ ഞങ്ങളുടെ കൂടെ? അങ്ങനെ അവർ 3 പേരും കൂടി യാത്ര തുടർന്നു. അവർ കാട്ടിലൂടെ നടക്കുമ്പോൾ വീണ്ടും ഒരു കരച്ചിൽ കേട്ടു. കരയണ്ട, ഒന്നും ചോദിക്കുന്നില്ല. പ്രായമായത് കാരണം യജമാനൻ പുറത്താക്കിയതാണല്ലേ. എല്ലാം മനസ്സിലായി. ഞങ്ങളുടെ കൂടെ കൂടിക്കോ. നമുക്കൊരു ട്രിപ്പ് അടിക്കാം. അങ്ങനെ അവർ 4 പേരും കൂടി യാത്ര തുടർന്നു. വൈകുന്നേരമായപ്പോഴേക്കും 4 സുഹൃത്തുക്കളും നടന്ന് ക്ഷീണിച്ചു. അവർക്ക്
വിശക്കാൻ തുടങ്ങി. അല്ലെങ്കിലും പാട്ടുകാരനായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. തിന്നാൻ വല്ലതും കിട്ടിയാൽ മതിയായിരുന്നു. അമ്മേ, വിശക്കുന്നു. ഒരു മിനിറ്റ്, ഞാനൊന്ന് നോക്കട്ടെ. നമ്മുടെ പൂവൻകോഴി ചാടി ഒരു മരത്തിൽ കയറിയിരുന്ന് ദൂരേക്ക് നോക്കി. അപ്പോഴതാ ദൂരെ ഒരു വെളിച്ചം. ദേ, അവിടെ കുറച്ച് അകലെയായി ഒരു വെളിച്ചം കാണുന്നു. ഒരു കുടിലാണെന്ന് തോന്നുന്നു. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. എന്തെങ്കിലും കഴിക്കാൻ കിട്ടാതിരിക്കില്ല. അങ്ങനെ അവർ 4 പേരും കൂടി അവിടെ എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ അങ്ങോട്ട് നടന്നു. ശബ്ദമുണ്ടാക്കല്ലേ, ഉള്ളിൽ ആരോ ഉണ്ടെന്ന് തോന്നുന്നു. ഞാനൊന്ന് പോയി നോക്കട്ടെ. നിങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്ക്. അങ്ങനെ കോഴി വീടിന്റെ ചുറ്റും പോയി നോക്കി. അതൊരു വേട്ടക്കാരന്റെ വീടായിരുന്നു. അതിനുള്ളിൽ ധാരാളം ഭക്ഷണ സാധനങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നു. എന്തു പറ്റി പൂവൻ? വിശന്നിട്ട് ബോധം പോയതാവും. അതല്ല, അകത്തകത്ത്. ഓടിക്കോ. അകത്ത് നമുക്ക് ജീവിതകാലം മുഴുവനും കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്. പക്ഷേ വീടിനകത്ത് ഒരു വേട്ടക്കാരനുണ്ട്. അയാൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടിക്കണം. എന്നാലേ നമുക്കത് എടുക്കാൻ പറ്റൂ. അങ്ങനെ അവർ പരസ്പരം കൂടിയാലോചിച്ച് ഒരു പദ്ധതി തയ്യാറാക്കി. കുരങ്ങൻ ജനാലയിൽ കാൽ വെച്ചു നിന്നു. നായ അവന്റെ മേലെ നിന്നു. പൂച്ച നായയുടെ മുകളിൽ നിൽക്കുകയും പൂവൻ കോഴി പറന്ന് മുകളിൽ തന്നെ നിലകൊള്ളുകയും ചെയ്തു. എല്ലാവരും ഒരേ സമയം പാടാൻ തുടങ്ങി. അകത്തുണ്ടായിരുന്ന വേട്ടക്കാരൻ 4 മൃഗങ്ങളുടെയും നിഴൽ കണ്ട് വിചിത്രമായ പ്രേതമാണെന്ന് തെറ്റിദ്ധരിച്ച് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ ആ കൂട്ടുകാർ വേട്ടക്കാരന്റെ കയ്യിൽ നിന്നും ബുദ്ധിപൂർവം രക്ഷപ്പെട്ടു. അന്ന് മുതൽ ആ 4 കൂട്ടുകാരും കുരങ്ങന്റെ പാട്ടും കേട്ട് സന്തോഷത്തോടെ ജീവിച്ചു. ഒരുമിച്ച് നിന്നാൽ അസാധ്യമായ ഒന്നും. പണ്ടൊരു കാട്ടിൽ മിടുക്കനായ ഒരു കരടി ജീവിച്ചിരുന്നു. അവനെന്നും ക്ഷാമകാലത്തേക്ക് വേണ്ടി തേൻ ശേഖരിച്ചു വെക്കുമായിരുന്നു. അങ്ങനെ അന്നും പതിവ് പോലെ അവൻ തേൻ ശേഖരിക്കാൻ പോയി. അപ്പോഴാണ് അതുവഴി തന്റെ സുഹൃത്തായ തേനീച്ച പറന്നു വന്നത്. പിന്നല്ലാതെ എനിക്ക് പറഞ്ഞു തന്ന പോലെ ഞാനിപ്പോൾ ഇന്നും തേൻ ശേഖരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതുവരെ പട്ടിണി എടുക്കേണ്ടി വന്നിട്ടില്ല. അതാണ് പറയുന്നത്. സമ്പർക്കകാലത്ത് കൈപ്പത്ത് വെച്ച ആപത്ത് കാലത്ത് കാപ്പത്ത് തിന്നാമെന്ന്. നീ വരുന്നു എന്റെ കൂടെ? ഇല്ല, ഇന്ന് എനിക്ക് മലമുകളിലാണ് ഡ്യൂട്ടി. അവിടെ പുതിയ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ടെന്ന് കേട്ടു. വേഗം ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നേരം വൈകി. എന്നാ ഞാൻ വേഗം ചെല്ലട്ടെ. ഓക്കേ. ഇതും പറഞ്ഞവർ 2 പേരും പിരിഞ്ഞു. കുറഞ്ഞ സമയത്തിന് ശേഷം മാനമിരുണ്ടു. തേനെടുക്കാൻ പോയ കരടിക്കുട്ടൻ സമയം പോയതറിഞ്ഞില്ല. അവൻ കുടത്തിൽ നിറയെ തേനുമായി വീട്ടിലേക്ക് വേഗം നടന്നു. നല്ല മഴ വരുന്നുണ്ട്, വേഗം നടക്കാം. എന്നാണെങ്കിൽ നല്ല അടിപൊളി സ്വർണ്ണ നിറത്തിലുള്ള തേനാണ് കിട്ടിയതും. പെട്ടെന്നാണ് വലിയ കാറ്റ് വീശിയതും ഇടിമിന്നലടിച്ചതും. അമ്മേ, എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും കയറി നിൽക്കണം. ഇല്ലെങ്കിൽ ഇപ്പോൾ മഴ നനഞ്ഞ് ഞാൻ ഇഷ്ടപ്പെട്ട് ശേഖരിച്ചതിന്റെ തേനൊക്കെ വെള്ളത്തിലാവും. തേൻകുടവുമായി നമ്മുടെ കരടിക്കുട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ട് കയറി നിൽക്കാൻ ഒരു സ്ഥലം നോക്കി. പെട്ടെന്നാണ് ദൂരെ ഒരു ഗുഹ ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു ഗുഹയല്ലേ അത്? വേഗം തന്നെ അതിനുള്ളിൽ കയറിക്കൂടാം. മഴ തോന്നിട്ട് ഈ വീട്ടിൽ പോകാം. കരടിക്കുട്ടൻ വേഗം തന്നെ ഗുഹയ്ക്കുള്ളിലേക്ക് ഓടിക്കയറി. ഗുഹയ്ക്കുള്ളിലേക്ക് കയറിയതും കരടിക്കുട്ടൻ പേടിച്ചു പോയി. നമ്മുടെ കരടിക്കുട്ടൻ അറിയാതെ കയറിയത് ഒരു സിംഹത്തിന്റെ ഗുഹയിലേക്കായിരുന്നു. നമസ്കാരം. എല്ലാവർക്കും
സുഖമല്ലേ? ഇതെന്താ മഴ അല്ലേ? അതെ, മഴ, വിശപ്പ്, കരടി. ആഹാ, അന്തസ്. അയ്യോ, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ മഴ പെയ്തപ്പോൾ അറിയാതെ ഓടിക്കയറിയതാണ്. നിങ്ങളുടെ ഗുഹ എന്ന് അറിഞ്ഞില്ല. ഗുഹയിലേക്ക് വരുന്ന അതിഥികളെ ഞങ്ങളൊന്നും ചെയ്യാറില്ല, അല്ലേ? അതെ, അവർ നേരെ വന്ന് സിംഹരാജാവിന് മുന്നിൽ ഇരുന്നു കൊടുക്കാറാണ് പതിവ്. ഒരുപാട് നാളായി ഒരു മുട്ടൻ കരടിയെ ശാപ്പിട്ടിട്ട്. അതെ അതെ, എന്നാൽ ഇവനെ അങ്ങോട്ട് ശരിപ്പെടുത്തുകയല്ലേ? നിൽക്ക്, എന്താ നിന്റെ കയ്യിലുള്ള കുടത്തിൽ? സിംഹരാജാവിന്റെ ഈ ചോദ്യം കേട്ടപ്പോൾ മിടുക്കനായ കരടിക്കുട്ടന് ഒരു ബുദ്ധി തോന്നി. പ്രഭു, വേറെ ആരോടും പറയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. എന്താണ്? വേഗം പറയൂ. അത് ഈ കുറുക്കനും ചെന്നായും ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പറഞ്ഞത് കേട്ടില്ലേ? രണ്ടാളും പുറത്തു പോകൂ. പ്രഭു, പുറത്തു നല്ല മഴയാണ്, ഞങ്ങൾ ഇവിടെ തന്നെ നിന്നാൽ പോരെ? പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ നിങ്ങളെ ഞാൻ... പറയൂ, നിനക്കെന്താണ് പറയാനുള്ളത്? പ്രഭു, ഇതൊരു മാജിക് തേനാണ്. എന്റെ മുൻമുത്തശ്ശി കാട്ടിലേക്കാൾ ആയുർവേദ മരുന്നുകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. എന്ത് മാജിക്? എന്താണ് ഈ തേനിന്റെ പ്രത്യേകത? കേൾക്കട്ടെ. ഈ തേൻ ആര് കുടിക്കുന്നു അവർക്ക് ഈ കാട്ടിലെ ഏറ്റവും വലിയ ശക്തിയുള്ളതാവാം. അല്ലാതെ അവർക്ക് മരണമില്ല. എല്ലാ കാലത്തും ഒരുപോലെ പ്രായമാവാതെ നിൽക്കും. അത് കൊള്ളാമല്ലോ. എന്നാൽ ഈ കാട്ടിലെ രാജാവായ ഞാൻ തന്നെയാണ് ആ തേൻ കുടിക്കേണ്ടത്. അത് എനിക്ക് തന്നേക്ക്. അയ്യോ പ്രഭു, ഇത് അങ്ങനെ കുടിക്കാൻ പറ്റില്ല. പിന്നെ? വെറുതെ ഈ തേൻ മാത്രം കുടിച്ചാൽ ഇതിലെ മാജിക് ഗുണം ചെയ്യില്ല. അതിനൊരു കാര്യം കൂടി ചെയ്യണം. എന്റെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. എന്ത് കാര്യം? ഒരു ചെന്നായുടെ വാൽ കൂടി ഇതിലിട്ട് തിളപ്പിച്ച് കഴിക്കണം. എന്നാലേ ഇതിന്റെ ഗുണം അനുഭവിക്കാൻ കഴിയൂ. എനിക്ക് എവിടെ നിന്ന് കിട്ടാനാ ചെന്നായുടെ വാൽ? ഇതുകൊണ്ട് അന്ന് തന്നെ ഈ തേനെടുത്തോളൂ. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടല്ലോ ചെന്നായ. മന്ത്രി, ചെന്നായോട് വേഗം വരാൻ പറയൂ. അയ്യോ, എന്റെ വാൽ ഞാൻ തരൂല. മന്ത്രി വിളിച്ചത് കേട്ടില്ലേ? ചെന്നായോട് വേഗം വരാൻ പറയൂ. ദാ വരുന്നു പ്രഭു. അവർ രണ്ടുപേരും പേടിച്ച് വിറച്ച് രാജാവിനെ കാണാൻ പോയി. എനിക്ക് നിങ്ങളുടെ വാൽ വേണം. ഇല്ല, ഞാൻ തരില്ല. ഇത് പറഞ്ഞു ചെന്നായ ഓടി. മന്ത്രി, ഞാൻ അവനെ പിടിക്കാൻ പോവുകയാണ്. അതുവരെ ഈ കരടിയെ നോക്കണം. ഇതവന്റെ ബുദ്ധിയാണെങ്കിൽ അവനെ നമുക്ക് ഒരുമിച്ച് ശരിപ്പെടുത്താം. ഇതും പറഞ്ഞ് സിംഹം ചെന്നായയെ പിടിക്കാൻ പോയി. അങ്ങനെ ഗുഹയ്ക്കുള്ളിൽ കരടിയും കുറുക്കനും മാത്രമായി. അയ്യോ, ഒരു കാര്യം പറയാൻ പറഞ്ഞു. എന്ത് കാര്യം? അത് നിങ്ങളോട് പറയാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഒന്ന് വേഗം സിംഹരാജാവിനെ വിളിച്ചു കൊണ്ടുവരുമോ? അയ്യടാ, നിന്റെ ഐഡിയ മനസ്സിലിരിക്കട്ടെ. ഞാൻ സിംഹരാജാവിനെ വിളിക്കാൻ പോകുന്ന തക്കം നോക്കി നിനക്ക് രക്ഷപ്പെടാനല്ലേ? അതെന്റെ അടുത്ത് നടക്കില്ല മോനെ. അയ്യോ, അതല്ല. തേനിനെ ശക്തി ലഭിക്കാൻ ചെന്നായുടെ വാൽ മാത്രം പോരാ. പിന്നെ വേറെ എന്താണ് വേണ്ടത്? അത് പറഞ്ഞാൽ നിന്നൊന്നും ചെയ്യരുതേ. ഇല്ല, നീ പറ. നിന്നെ നോക്കാൻ ഏൽപ്പിച്ച മഹാരാജാവ് പോയത്. സിംഹരാജാവ് വരുമ്പോൾ നിന്നെ ശരിയാക്കിയത് കണ്ടാൽ മൂപ്പർ എന്നെ ശരിയാക്കും. നീ കാര്യം പറ. അത് പിന്നെ ചെന്നായുടെ വാലിന്റെ കൂടെ ഒരു കുറുക്കന്റെ വാലും ചേർത്ത് വേണം തേൻ തിളപ്പിച്ച് കഴിക്കാൻ. എന്നാലേ ഈ തേനിന്റെ ശക്തി ഫലിക്കൂ. ദൈവമേ, നീ എന്നോട് പറഞ്ഞത് പറഞ്ഞു. ഇത് നീ ആ വട്ടൻ രാജാവിനോട് പറയല്ലേ? പറയാതെ പിന്നെ മാന്ത്രിക തേനിന്റെ ശക്തി ഫലിച്ചില്ലെങ്കിൽ പിന്നെ എന്നെ ശരിയാകില്ലേ രാജാവ്? ആ രാജാവ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നാൽ ഞാൻ കാശിക്ക് പോയെന്ന് പറഞ്ഞേക്ക്. അങ്ങനെ മഴ മാറി കരടി തന്റെ തേനുമായി വീട്ടിലേക്ക് പോയി. മിടുക്കനായ കരടിക്ക് അവസരോചിതമായ ഇടപെടൽ കാരണം സ്വന്തം ജീവൻ തിരിച്ചു കിട്ടി. ജീവിതത്തിൽ പേടിക്കാതെ മുന്നേറുക.